യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. പള്ളികളിൽ പാതിരാ കുർബാന നടത്തിയും കുടുംബങ്ങളിൽ ഒത്തുചേർന്നുമൊക്കെയാണ് വിശ്വാസികൾ പ്രത്യാശയുടെ ഈ സുദിനത്തെ വരവേറ്റത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ത്യാഗത്തിൻ്റെയും പ്രത്യാശയുടെയും ഉയിർപ്പിൻ്റെയും സന്ദേശമാണ് ഈസ്റ്റർ പകരുന്നത്. തിന്മയ്ക്കുമേലുള്ള നന്മയുടെയും ഇരുട്ടിന്മേലുള്ള വെളിച്ചത്തിൻ്റെയും മരണത്തിന്മേലുള്ള ജീവന്റെയും വിജയമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ജീവിതത്തിലെ പ്രയാസങ്ങളെ അതിജീവിച്ച് പുതിയ പ്രത്യാശയോടെ ജീവിക്കാൻ ലോകമാനവരെ ഓർമ്മപ്പെടുത്തുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ ചുമലിലേറ്റി കുരിശിലേറിയ യേശുദേവൻ മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. പെസഹ പൗർണമിക്ക് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് ഈ സുദിനം. വടക്കൻ അർദ്ധഗോളത്തിലെ വസന്തത്തിൻ്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്ന ഈസ്റ്റർ വിശുദ്ധ വാരത്തിൻ്റെ അവസാന ദിവസം കൂടിയാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും പാതിരാ കുർബാനകളും ദിവ്യബലിയും തിരുകർമ്മങ്ങളുമെല്ലാം നടത്തിയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കാറുള്ളത്. ഇതിന്റെ ഭാഗമായി കുമ്പളയിലെ കയ്യാർ ക്രിസ്തുരാജ ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും ഉടുപ്പി രൂപത പുരോഹിതൻ ഫാദർ വിൽസൺ ഡിസൂസ നേതൃത്വം നൽകി. ആഫ്രിക്കയിലെ സാമിഷൻ പുരോഹിതൻ ഫാദർ ജോർജ് ക്രിസ്റ്റെ ഈസ്റ്റർ ദിന സന്ദേശം നൽകി. ക്രിസ്തുരാജ ദേവാലയം വികാരി ഫാദർ വിശാൽ മോനിസും സംബന്ധിച്ചു. ലോകത്ത് വർദ്ധിച്ചു വരുന്ന യുദ്ധങ്ങളിലും അനീതികളിലും തളർന്നുപോകാതെ സമാധാനത്തിനായി നിലകൊള്ളണമെന്ന് മതപണ്ഡിതന്മാർ ഉദ്ബോധിപ്പിച്ചു. 50 ദിവസം നീളുന്ന വലിയ നോമ്പുകാലത്തെ പ്രാർത്ഥനകൾക്കും പരിത്യാഗങ്ങൾക്കും ഒടുവിലെത്തുന്ന ഈസ്റ്റർ ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായാണ് കണക്കാക്കപ്പെടുന്നത്. ദേവാലയങ്ങളിലെ ആത്മീയമായ ചടങ്ങുകൾക്കൊപ്പം തന്നെ സാമൂഹികമായ ഒത്തുചേരലുകളും ഈസ്റ്ററിൻ്റെ സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ എന്നത് കേവലം ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് അത് മനുഷ്യരാശിക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുടെ സന്ദേശമാണ്. പീഡനങ്ങളും കഷ്ടപ്പാടുകളും അവസാനിക്കുമെന്നും വിജയത്തിൻ്റെ ഒരു പുലരി ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്നും ഈസ്റ്റർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.